Hello students, welcome to another session of Benzyl JRF rank booster series. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ CSIR ഇലക്ട്രോ കെമിസ്ട്രി എന്ന മോഡ്യൂളിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ സ്ക്രീനിൽ കാണുന്നതാണ് ക്വസ്റ്റ്യൻ. ദ കെമിക്കൽ പൊട്ടൻഷ്യൽ മ്യൂ. ഓക്കെ, തെർമോഡൈനാമിക്സിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ക്വാണ്ടിറ്റി ആണ് കെമിക്കൽ പൊട്ടൻഷ്യൽ മ്യൂ എന്നുള്ളത്. Of a 2 molar Na2SO4 solution is expressed in terms of mean ionic activity coefficient gamma plus or minus as. അപ്പോൾ കെമിക്കൽ പൊട്ടൻഷ്യൽ 2 മോളാർ Na2SO4 സൊല്യൂഷൻ ആണ്. അതിനെങ്ങനെയാണ് ഗാമ പ്ലസ് മൈനസിന്റെ ടേംസിൽ റെപ്രസെന്റ് ചെയ്യുക? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് ആദ്യം വരുന്ന ക്വസ്റ്റ്യൻ, എങ്ങനെയാണ് കെമിക്കൽ പൊട്ടൻഷ്യൽ ഈ ഗാമ പ്ലസ് മൈനസുമായിട്ട് കണക്റ്റഡ് ആവുന്നത്? അപ്പോൾ ഇലക്ട്രോ കെമിസ്ട്രി ഒക്കെ നോർമലി പഠിച്ചിട്ടുള്ള ഒരാൾക്ക് നേരിട്ട് ഇവർ തമ്മിലുള്ള കണക്ഷൻ കാണാൻ കഴിയില്ല. അപ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലംസ് ശരിക്കും CSIR നെറ്റിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതാണ്. ഒരു പാരാമീറ്റർ A നമ്മളിൽ ഉണ്ടാകും, ഒരു പാരാമീറ്റർ C നമ്മളിൽ ഉണ്ടാകും. എയും സിയും തമ്മിലുള്ള കണക്ഷൻ നമുക്ക് കണ്ടെത്തണം. പക്ഷെ നമുക്ക് എയും സിയും തമ്മിൽ ഡയറക്റ്റ് കണക്ഷൻ ഒരുപക്ഷെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവില്ല. അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? വി ഹാവ് ടു ഫൈൻഡ് അനദർ പാരാമീറ്റർ B വിച്ച് ഇസ് കണക്റ്റഡ് ടു ബോത്ത് A ആൻഡ് C. എയ്ക്കും സിക്കും കോമൺ ആയിട്ട് വരുന്ന ഒരു പാരാമീറ്റർ കണ്ടെത്തുക. ഇത്രേ പറഞ്ഞതുള്ളൂ. എയും സിയും തമ്മിലുള്ള കണക്ഷൻ നമുക്ക് അറിയില്ലെങ്കിൽ ആരെ കണ്ടെത്തണം? രണ്ടാൾക്കാർക്കും കോമൺ ആയിട്ട് വരുന്ന B എന്നാളെ കണ്ടെത്തുക. B should be connected with A and that should be connected with C as well. അങ്ങനെയാണെങ്കിൽ നമുക്ക് B വഴി സിയിലേക്ക് എത്താൻ കഴിയും. അതേപോലെയാണ് ഇവിടെ മ്യൂവിനെ ഗാമ പ്ലസ് മൈനസുമായിട്ട് കണക്ട് ചെയ്യാൻ നമുക്ക് ഒരാളെ വേണം. അപ്പോഴാണ് നിങ്ങൾ നമ്മുടെ ഇലക്ട്രോ കെമിസ്ട്രി പഠിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കുന്ന ഒരാളാണ് ആക്ടിവിറ്റി ഓഫ് ദ സൊല്യൂഷൻ എന്നുള്ളത്. അപ്പോൾ കെമിക്കൽ പൊട്ടൻഷ്യലും ഗാമ പ്ലസ് മൈനസും ഈ രണ്ടാൾക്കാർക്കും ആക്ടിവിറ്റിയുമായിട്ട് കണക്ഷൻ ഉണ്ട്. എങ്ങനെയാണെന്നല്ലേ? Chemical potential of the solution mu is given by the expression mu is equal to mu0 plus RT ln A. ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ നമ്മൾ പഠിക്കുന്നതാണ്. എന്ന് വെച്ചാൽ കെമിക്കൽ പൊട്ടൻഷ്യൽ എന്നുള്ളത് സ്റ്റാൻഡേർഡ് കെമിക്കൽ പൊട്ടൻഷ്യൽ പ്ലസ് RT ടൈംസ് ln A എന്നൊരു എക്സ്പ്രഷൻ പഠിക്കുന്നുണ്ട്. അപ്പോൾ ആക്ടിവിറ്റി A എന്നുള്ള അവിടെ വന്നല്ലോ. സോ മ്യൂവും എയും തമ്മിൽ കണക്ട് ആയി. ഇനി എയും ഗാമ പ്ലസ് മൈനസ് ഡയറക്ട്ലി കണക്ട് ആണ്. ഈ എക്സ്പ്രഷൻ നിർബന്ധമായിട്ടും എല്ലാവരും പഠിച്ചിരിക്കേണ്ട എക്സ്പ്രഷൻ ആണ്. A is equal to x raised to x into y raised to y into m gamma plus minus the whole raised to x plus y. നിർബന്ധമായിട്ട് പഠിച്ചു വെച്ചിരിക്കേണ്ട എക്സ്പ്രഷൻ ആണ്. നിങ്ങളുടെ ആക്ടിവിറ്റി എങ്ങനെയാണ് സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റുകളെയും ഗാമ പ്ലസ് മൈനസിനെയും റിലേറ്റ് ചെയ്യുന്നത് എന്നുള്ള എക്സ്പ്രഷൻ ആണ്. അപ്പോൾ ഒരു സിമ്പിൾ സിറ്റുവേഷൻ കൺസിഡർ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ എഴുതുന്നത് Na2SO4ന്റെ കേസ് തന്നെയാണ്. സോ Na2SO4 ഡിസോസിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് നൽകുന്നത് 2 Na+നെയും അതുപോലെ തന്നെ ഒരു SO4 2- ആണല്ലോ. അപ്പോൾ കാറ്റയോണിന്റെ കോഎഫിഷ്യന്റിനാണ് നമ്മൾ x എന്ന് വിളിക്കുക, ആനയോണിന്റെ കോഎഫിഷ്യന്റ് ആണ് നമ്മൾ y എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ എക്സ്പ്രഷനകത്തുള്ള എക്സിനെ കിട്ടി, വൈനെ കിട്ടി. ക്വസ്റ്റ്യൻ പ്രകാരം 2 മോളാർ Na2SO4 ആണെന്ന് പറയുന്നു, എമ്മും കിട്ടി. അപ്പം ആക്ടിവിറ്റിയിൽ എല്ലാ ആൾക്കാരുമായി ശ്രദ്ധിച്ച് നോക്കിയേ. ആക്ടിവിറ്റി ആരുമായിട്ടാണ് കണക്ട് ആവുന്നത്? ഗാമ പ്ലസ് മൈനസ് ആയിട്ട്. ആക്ടിവിറ്റി ഇവിടെ ആരുമായിട്ടാണ് കണക്ട് ആവുന്നത്? മ്യൂ ആയിട്ട്. സോ ആക്ടിവിറ്റി എന്ന ടേമിലൂടെ എനിക്ക് എൻ്റെ മ്യൂവിനെയും ഗാമ പ്ലസ് മൈനസും കൂടെ കണക്ട് ചെയ്തൂടെ? അപ്പോൾ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ആക്ടിവിറ്റി എയുടെ വാല്യൂ കണ്ടെത്താം. സോ ആക്ടിവിറ്റി എ ഇസ് ഈക്വൽ ടു എക്സ് റൈസ് ടു എക്സ് അഥവാ 2 റൈസ് ടു 2 ഇൻറ്റു വൈ റൈസ് ടു വൈ അഥവാ 1 റൈസ് ടു 1 ഇൻറ്റു എം ഗാമ പ്ലസ് മൈനസ്. എമ്മിൻ്റെ വാല്യൂ 2 ആണ്. 2 ഗാമ പ്ലസ് മൈനസ് ഹോൾ റൈസ് ടു എക്സ് പ്ലസ് വൈ 3 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? സോ 2 സ്ക്വയർ ആണ് ഇവിടെ 2 റൈസ് ടു 3 ആണ്. സോ ഓൾ ടുഗദർ 2 റൈസ് ടു 5 വരും. ബാക്കി വരുന്ന ആള് ഗാമ പ്ലസ് മൈനസ് ക്യൂബ് ആണ്. സോ ഇതാണ് നിങ്ങളുടെ ആക്ടിവിറ്റിയുടെ എക്സ്പ്രഷൻ. അങ്ങനെയാണെങ്കിൽ എൻ്റെ കെമിക്കൽ പൊട്ടൻഷ്യൽ മ്യൂ എങ്ങനെയായിരിക്കും? മ്യൂ ഇസ് ഈക്വൽ ടു mu0 പ്ലസ് RT ln എക്ക് പകരം എന്ത് കൊടുക്കാം? 2 റൈസ് ടു 5 ഗാമ പ്ലസ് മൈനസ് ക്യൂബ് എന്ന് കൊടുക്കാം. ഓക്കെ, സോ വീണ്ടും ഇത് ln A ഇൻറ്റു B ഫോർമാറ്റിലാണ് അല്ലേ? ln A 2 റൈസ് ടു 5 ഗാമ പ്ലസ് മൈനസിന് മാത്രമാണ് ക്യൂബ് ഉള്ളത്. ഓക്കെ, സോ ഇത് വീണ്ടും ln A ഇൻറ്റു B ഫോർമാറ്റിലാണ്. സോ ln A പ്ലസ് ln B എന്ന് എഴുതാം. Therefore I can write that my mu equals mu0 plus RT ln 2 raised to 5 plus RT ln gamma plus minus cube. ഓക്കെ, അപ്പം നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ ഈ പവറിൽ കിടക്കുന്ന ആളെ നമുക്ക് എന്ത് ചെയ്യാം? താഴേക്ക് എടുത്ത് എഴുതാം അല്ലേ? പവറിൽ കിടക്കുന്ന ആളെ നമുക്ക് താഴേക്ക് എടുത്ത് എഴുതാം. സോ നമുക്ക് ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ ആണ് കിട്ടുന്നത്. mu is equal to mu0 plus 5 RT ln 2 plus 3 RT ln gamma plus minus. So we can check the options. Mu equals, like chemical potential mu is equal to mu0 plus 5 RT ln 2 plus 3 RT ln gamma plus minus. So option 1 is your correct answer. Okay, so ഒരു വളരെ നല്ല ക്വസ്റ്റ്യൻ ആണ്.
നമുക്ക് ഈ ഒരു കണക്ടിവിറ്റി അറിഞ്ഞെങ്കിലാണ് ഇത് ആൻസർ ചെയ്യാനായിട്ട് പറ്റുന്നത്. സോ ഇലക്ട്രോ കെമിസ്ട്രിയിലും നമ്മൾ സബ്ജക്റ്റ് കറക്റ്റ് പഠിച്ചു വരുമ്പോൾ അയോണിക്സ് എന്ന സെക്ഷനിലേക്ക് എത്തുമ്പോൾ അവിടെ നോർമലി കണ്ടന്റ് കൃത്യമായി ഡിസ്കസ് ചെയ്യുന്നതിനിടയിൽ വരുന്ന എക്സ്പ്രഷനാണ് കെമിക്കൽ പൊട്ടൻഷ്യൽ ആക്ടിവിറ്റി കണക്ഷനും ആക്ടിവിറ്റി ഗാമ പ്ലസ് മൈനസ് കണക്ഷനും. സോ എക്സാം ഹോളിൽ നിങ്ങളുടെ അടുത്ത് നിന്ന് ക്വസ്റ്റ്യനർ ചെക്ക് ചെയ്യുന്നത് ഈ രണ്ടാൾക്കാരെ തമ്മിൽ കണക്ട് ചെയ്യാനുള്ള ആ ഒരു സ്കില്ല് നിങ്ങളുടെ അടുത്ത് നിന്ന് വരുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, ഇത്തരത്തിലുള്ള സ്കില്ലുകൾ ഒരാൾക്ക് ജന്മന കിട്ടുന്നതല്ല. മേ ബി അങ്ങനെയുള്ളവരുണ്ടാവാം. പക്ഷെ അതിനേക്കാൾ ഉപരി ഇത്തരത്തിൽ വേരിയസ് പാരാമീറ്റേഴ്സിനെ കണക്ട് ചെയ്തുള്ള സ്കില്ല് അക്വയർ ചെയ്യുന്നതാണ്. അത് നമ്മൾ കണ്ടിന്യൂസ് പ്രോബ്ലം സോൾവിങ്ങിലൂടെയും തിയറി കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷമുള്ള കണ്ടിന്യൂസ് പ്രോബ്ലം സോൾവിങ്ങിലൂടെയാണ് ഒരാൾ അത്തരത്തിലുള്ള സ്കിൽസ് അക്വയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് കുറച്ചധികം കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ നിങ്ങളുടെ പ്രിപ്പറേഷൻ എല്ലാം ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഏറ്റവും ഭംഗിയായിട്ട് നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ നമുക്കിനി വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ലേൺ വെൽ. താങ്ക് യു.